ഹായ്! ഇന്നൊരു വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കിയാലോ? അതായത് നല്ലൊരു സ്പൈസി സ്നാക്സ് ആണിത്. സമൂസ പെറ്റൽസ്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഈ സമൂസ പെറ്റൽസ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അതേപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്സ് വളരെ ഈസിയായി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് ഒരു 1½ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അധികം ലൂസാകാണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഞാനിതാ ഇങ്ങനെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി വേണ്ടത് 2 ഉരുളക്കിഴങ്ങാണ്. അത് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതായത് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിലിന് ഇത് വേവിച്ചെടുത്തതാണ്. അത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 സവാള, ചെറിയ സവാള ആയതുകൊണ്ട് 3 സവാള എടുത്തിട്ടുണ്ട്. അത് നല്ല നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. ഇത് നല്ലോണം ഒന്ന് വേഗം വാടി വരണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പൊ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതിൽ മുളകിന്റെ പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. അതിനാണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതാ നല്ലോണം ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വേണമെന്നില്ല. എൻ്റെ അടുത്ത് ഫ്രൈ ആയത് ഉള്ളത് കൊണ്ട് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ചിക്കൻ നല്ലോണം ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലോണം ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ വേണം ഇത് ഉടച്ചെടുക്കാൻ. അപ്പോൾ ഇതാ ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടും. അതിനാണ് ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതിന്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മാവില്ലേ അത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഈ ഈ 1½ കപ്പ് മൈദക്ക് ഒരു 4 ബോൾസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചപ്പാത്തിന്റെ വലുപ്പത്തിൽ വേണം ഇതൊന്ന് ബോൾസ് ആക്കി എടുക്കാൻ. അപ്പോൾ ഓരോന്നിങ്ങനെ ബോൾസ് ആക്കി എടുക്കുക. ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ 2 ബോൾസ് വേണം. അപ്പോൾ ആ 2 ബോൾസ് ആണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ ഇങ്ങനത്തെ 4 ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ വളരെ നൈസായിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഇത് നൈസാക്കിയിട്ട് പരത്തിയെടുത്താലാണ് നമുക്ക് വേഗം ഇത് കട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ചെയ്യണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പൊ ഞാനിതാ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇതേ വലിപ്പത്തിൽ തന്നെ നമുക്ക് വേറൊന്നും കൂടി ഇങ്ങനെ പരത്തിയെടുക്കണം. ഇപ്പൊ ഞാൻ 2 പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേലെ ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരത്തിയ ഷീറ്റിന് അടിയിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കണം. മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ അടിയിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇനി നമുക്ക് ഈ ഫില്ലിങ്സ് ഇതിലേക്ക് ഫുള്ളായിട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ വളരെ നല്ല നൈസായിട്ട് വേണം ഇത് ഒന്ന് വെച്ചു കൊടുക്കാൻ. ഇനി എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിന്റെ മേലെ വേറൊരു ഷീറ്റും കൂടി വെച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡ് ഭാഗവും നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
ഫുള്ളായിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ ഇതാ ഇങ്ങനെയെല്ലാം ഞാൻ പ്രസ്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പിസ്സ കട്ടർ കൊണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കത്തി ഉണ്ടെങ്കിൽ കത്തി കൊണ്ടും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പിസ്സ കട്ടറാണെങ്കിൽ വേഗം കട്ട് ചെയ്ത് വരും. ആദ്യം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ തന്നെ മറ്റേ ഭാഗവും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാനിതാ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അളവിനാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി ഇതിൽ നിന്ന് ഓരോ ഓരോ പീസ് എടുത്തിട്ട് നമുക്കൊന്ന് ഇത് മടക്കിയെടുക്കാം. അപ്പം ഈ മോഡലിലാണ് മടക്കിയെടുക്കേണ്ടത്. ആദ്യം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, രണ്ടും കൂടി ഒരു ഭാഗത്തേക്കാക്കി, എന്നിട്ട് ഇതിന് ബാക്കിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ആക്കിയെടുക്കുക. ഒരു പെറ്റൽസിന്റെ മോഡലാണ് ഇത് കിട്ടുക. അപ്പൊ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം എങ്ങനെയാന്ന് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന്റെ ബാക്കിൽ ഒന്നിങ്ങനെ അതേപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനിതാ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു പെറ്റൽസിന്റെ മോഡലായിട്ട് കാണുന്നില്ലേ? അപ്പോൾ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു ചീനച്ചട്ടിയിലേക്ക്, ചീനച്ചട്ടി ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്സ് ആണിത്. അതേപോലെ വേഗം ഫ്രൈ ചെയ്തെടുക്കാനും നമുക്ക് പറ്റും. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇപ്പൊ ഞാനിതാ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ അടിപൊളി സമൂസ പെറ്റൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതേപോലെ സോസും കൂട്ടി കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ചെയ്യുക. അതേപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.